ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. 7 വിക്കറ്റിനാണ് ഇന്ത്യ ഓസീസിനോട് പരാജയപ്പെട്ടത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തി. ഓസീസ് നായകൻ മിച്ചൽ മാർഷാണ് കളിയിലെ താരം. മഴ കളിച്ച പെർത്തിൽ ഓസീസ് കടമ്പ കടക്കാനാവാതെ ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം മുതൽ പിഴച്ചു. സ്കോർ 13-ൽ നിൽക്കെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ രോഹിത് ശർമ്മയെ പുറത്താക്കി ഹേസിൽവുഡ് ആദ്യ പ്രഹരം നൽകി. 500-ാം മത്സരത്തിൽ രോഹിത്തിന്റെ സ്കോർ 8. പിന്നാലെ കോഹ്ലിയെ സംയോജനാക്കി മിച്ചൽ സ്റ്റാർക്കും മടക്കി. 0-ന് പുറത്തായതോടെ കോഹ്ലിയുടെ ഏകദിനത്തിലെ ശരാശരി 51.03-ൽ നിന്ന് 49.14-ലേക്ക് താഴ്ന്നു. നായകനായ ആദ്യ മത്സരത്തിൽ ഗില്ലിനും തിളങ്ങാനായില്ല. ഉപനായകൻ ശ്രേയസ് അയ്യർ കൂടി പുറത്തായതോടെ ഇന്ത്യ തകർച്ച മുന്നിൽ കണ്ടു. എന്നാൽ 5-ാം വിക്കറ്റിൽ KL രാഹുൽ, അക്ഷർ പട്ടേൽ കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. അവസാനം നിതീഷ് റെഡ്ഡിയുടെ പ്രകടനവും ഇന്ത്യക്ക് തുണയായി. ഓസ്ട്രേലിയക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ്, മിച്ചൽ ഓവൻ, മാത്യു കുൻഹേമൻ എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മിച്ചൽ സ്റ്റാർക്ക്, നാഥൻ എലീസ് ഓരോ വിക്കറ്റുകളും നേടി. മറുപടി ബാറ്റിംഗിൽ 131 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസിനെ അനായാസ ജയം. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ 7 വിക്കറ്റിന് ഇന്ത്യയെ വീഴ്ത്തി. ഒപ്പം ജോഷ് ഫിലിപ്പും മാറ്റ് റൺഷോയും ചേർന്ന് ഇന്ത്യൻ ബൗളർമാരെ തകർത്താടി. മാർഷ് 46-ഉം ഫിലിപ്പ് 37-ഉം മാറ്റ് റൺഷോ 21 റൺസ് നേടി. അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഹർഷ്ദീപ് സിംഗും ഓരോ വിക്കറ്റുകൾ ഇന്ത്യക്കായി വീഴ്ത്തി. 3 മത്സര പരമ്പരയിൽ ഓസ്ട്രേലിയ മുന്നിലെത്തി. ഒക്ടോബർ 23-ന് ഓവലിലാണ് അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.